കൂടുതലും ആഫ്രിക്കൻ്റെ വീഡിയോയിൽ നമുക്ക് കാണാൻ കിട്ടും. അങ്ങനെ ഓരോന്ന് സെറ്റപ്പ് ചെയ്ത് ഓരോ കൂടും പല വ്യത്യസ്ത മോഡലാട്ടോ. ഇത് ലവ് ബേർഡ്സ് ഓരോ കൂടും ഓരോ മോഡലായി കേട്ടോ. എണ്ണം കാച്ചി സാധനതാ അടിപൊളി. ഇതിൻ്റെ പേരെന്താ? അംബ്രല്ല കോക്ടോ. ഓരോന്നിൻ്റെ പേരും ഇവിടെ തന്നെ കൊട്ടിയിട്ടുണ്ടാവും കേട്ടോ. അംബ്രല്ല കോക്ടോ ആണ് കേട്ടോ. അത് ഇന്തോനേഷ്യ ആണ് ഇതിൻ്റെ സ്വദേശം. ഇത് വർത്താൻ പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഗാൽഹ കോക്ടോ. ഇതിൻ്റെ ഓസ്ട്രേലിയ ആണ് ഇതിൻ്റെ ഇത്. അടിപൊളി സാധനം. അത് ഓരോ കൂടും വ്യത്യസ്തമാട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കല്ല് മോഡലാട്ടോ ചെയ്ത്. അടിപൊളി സാധനം കേട്ടോ. ഇതാ പിന്നെ കിണ്ണം കാച്ചി മക്കാവോ. അടിപൊളി സാധനം കേട്ടോ. ഇതിനൊക്കെ നമുക്ക് കൈമിലെടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റുമോ. ഗ്രീൻ വിച്ചഡ് മക്കാവോ എന്നാട്ടോ ഇതിൻ്റെ പേര്. ഇതിൻ്റെ സ്വദേശം എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അപ്പോൾ ഇതിൻ്റെ 60-80 വർഷം എന്താവും ഇത് ജീവിക്കുന്ന കേട്ടോ. മക്കാവോ റെഡ് സാധനം. മക്കാവോൻ്റെ വേറെ ടൈപ്പ് കേട്ടോ. ഒലീവ് മക്കാവോ. അടിപൊളി സാധനം കേട്ടോ. കുറേ നിന്ന് കാണാൻ കേട്ടോ. ഇതാ നമ്മളെ ആഫ്രിക്കൻ ലവ് ബേർഡ്. ആഫ്രിക്കൻ ലവ് ബേർഡ് ഓരോ കൂടും കണ്ടില്ല വ്യത്യസ്തമായിട്ടോ ഇത് ചെയ്ത്. ആഫ്രിക്കൻ ലവ് ബേർഡ് ഇതാ. ഇതിൻ്റെ ഇത് സൗത്ത് ആഫ്രിക്ക കേട്ടോ. സൗത്ത് ആഫ്രിക്ക. ഓസ്ട്രേലിയയിൽ നിന്നാണ് അടിപൊളി കാണുന്നത്. ആഫ്രിക്കൻ ചെറിയ പേരത്തി. ഇതിനെ കുറേത്തിൽ നമ്മൾ കാണണ്ട വീഡിയോയിൽ കാണാണ്ടായി പോയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോ. പെണ്ണ് കിട്ടുന്നവർ ഇത്ര പൈസ പറഞ്ഞിട്ട് ഇത് തന്നെ വർത്താൻ പറ്റും സാധനം. ഏതോ വീഡിയോയിലാണ് കണ്ട് ഇങ്ങനെ വർത്താൻ പറയുന്നൊക്കെ. ഇതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 40-60 വർഷം ഉണ്ടാവും ഇത് ജീവിച്ചിട്ടോ. 40 വർഷം. പിന്നെ റെഡ് ലോറഡ് ആമസോൺ അറിയപ്പെടുന്ന സാധനം കേട്ടോ. ഇത് അതിൻ്റെ സ്വദേശം എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് ഇതിൻ്റെ സ്വദേശം. അതായത് അമിടക്കിൻ്റെ എല്ലാം കൊടുത്ത് ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ റോസെല്ലാം അറിയാം. ഇതിൻ്റെ സ്വദേശം പറഞ്ഞാൽ ന്യൂസിലാൻഡ് കേട്ടോ. ന്യൂസിലാൻഡ് റോസെല്ലാം നല്ല രസമുണ്ട് കാണാൻ. വ്യൂ അടിപൊളി. അതുപോലെ തന്നെ അതിൻ്റെ വേറെ തന്നെയാണെങ്കിൽ ഹെഡ് റോസെല്ല. ഇത് ഓസ്ട്രേലിയ തന്നെയുള്ളതാണ്. ഇതുപോലെ കളറ് മാറ്റണ്ട. ഓരോ കൂടും വ്യത്യസ്തതയിലാട്ടോ അവർ ചെയ്തത്. അടിപൊളി സാധനം. ഇഷ്ടമാണ് കടി കൊണ്ട പൊട്ടിമറിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മളെ അമേരിക്കൻ സ്വദേശിയായ വൈറ്റ് 400 ആമസോൺ എന്ന സാധനം കേട്ടോ. അടിപൊളി സാധനം. എല്ലാം കണ്ടി ബ്ലാക്ക് ലോറി ചിക്കാറില്ലേ ആ സാധനം കേട്ടോ. അത് ഐസ്ലാൻഡിലാണ് ഇതിൻ്റെ സ്വദേശം. എല്ലാം ഇവിടെ കൊട്ടുക അടിപൊളിയായിട്ട്. പിന്നെ അമേരിക്കയിലുള്ള ബ്ലാക്ക് റെഡ് കൊയ്ക്ക് എന്നല്ലേ എൻ്റെ പേര് സാധനം. പിന്നെ അതുപോലെ അങ്ങ് അപ്പുറത്ത് നിന്ന് കൊയ്പ്പ് എന്നുള്ള സാധനമൊക്കെ ഉണ്ട്. നമ്മൾ അടിപൊളി. ഇത് നമ്മളെ കൊണോറ് കേട്ടോ. ഓരോ കൂടുതൽ വ്യത്യസ്ത അടിപൊളി. ാണ് വർത്താൻ പറയുന്നത് പറഞ്ഞ സാധനം കേട്ടോ. അടിപൊളി സാധനം ഗ്രേ പാരറ്റ്. നല്ല വലുപ്പമുണ്ട്. ഇതൊക്കെ നല്ല വർത്താൻ പറയും. നമ്മോട് വേഗം ഇണങ്ങുകയും ചെയ്യും. പ്രസൻറ്റഡ് കോക്ടോ ആണ് എൻ്റെ പേര്. പ്രസൻറ്റഡ് കോക്ടോ. അടിപൊളി സാധനം. പ്രസൻറ്റഡ് കോക്ടോ. അമേരിക്കൻ മക്കാവോ കേട്ടോ. അമേരിക്കൻ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഓസ്ട്രേലിയൻ മസ്കി. ഇതൊക്കെ നമ്മൾ അധികം ഷോപ്പിലൊക്കെ കാണുന്ന സാധനം. അപ്പോൾ ഇത് ഓരോ കൂടും കണ്ടില്ല വ്യത്യസ്തമായിട്ടിരിക്കുന്നത്.
ഓരോ കൂടും ഓരോ മോഡലാണ് ഇത് ചെയ്തത്. നമ്മളെ സാധനം ഡയമണ്ടോ കേട്ടോ, ഇതാണ് ഡയമണ്ടോ എന്ന് പറഞ്ഞ സാധനം. അടിപൊളി സാധനം ഡയമണ്ടോ. അപ്പോൾ ജാവ സാധനം ഉണ്ടോ? ജാവ, ഇതാണ് ജാവ സാധനം. ജാവൻ്റെ കണ്ടില്ലേ കൂടൊക്കെ ഓരോന്ന് വ്യത്യസ്ത മോഡലാണ് കേട്ടോ അവർ ചെയ്ത്. ജാവൻ്റെ ഒക്കെ അടാറ് സാധനം ഉണ്ടോ. അവർക്ക് ഫുഡ് കഴിക്കുകയാണ്, രാവിലത്തെ ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബേക്കിൽ നമ്മളെ കുതിര കേട്ടോ, ചെറിയ വീടാണ്, അടിപൊളി സാധനം എല്ലാം കഴിച്ചു. ഇതിപ്പോൾ തന്നെ പലതിനും ചെയ്ത് കിട്ടും. നമ്മളിപ്പോൾ അന്നൊരു പെറ്റ് സ്റ്റേഷനിലാട്ടുള്ളത്. നിങ്ങൾ നമ്മളെ ഇത് ചെയറാന്നിട്ട് തോന്നുന്നത് ആടി ചെമ്മരിയാടെ തോന്നുന്നു കേട്ടോ. ഷാബിക്കാൻ്റെ സ്വന്തം സാധനമാട്ടത്. നമ്മളെ ബ്രഹ്മക്കോയി കേട്ടോ, ബ്രഹ്മക്കോയി ഞാൻ കാണിച്ച ഒന്നുകൂടി നല്ലോണം. ബ്രഹ്മക്കോയി കേട്ടോ, ബ്രഹ്മക്കോയി അത്രയും വലുതാവുന്നത്. അടിപൊളി സാധനം കേട്ടോ. ഇതാണ് ബ്രഹ്മക്കോയി, ബ്രഹ്മണ്ടൻ. ഷാബിക്കാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഉള്ളതാണ് ഇത്. പിന്നെ ചെറിയ പശുക്കുട്ടി, ചെറിയ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാം, നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കിട്ടും അവർ. നമ്മളങ്ങനെ കണ്ടുവരിക കേട്ടോ, നമ്മൾ ഓരോന്നും അങ്ങനെ കണ്ടുവരാൻ. ഇതാണ് കേട്ടോ എമു, അത് അത്ര വലുതാവും. ഇതാണ് നമ്മളെ എമു കേട്ടോ, എമു. ഇതാ കിണ്ണ കഴിച്ചാണ് കേട്ടോ എമു. ഇതാണ് നമ്മളെ ഒട്ടകപക്ഷി കേട്ടോ, കിണ്ണ കഴിച്ചാണ് കേട്ടോ. ആണ് ഒട്ടകപക്ഷി. കണ്ടില്ലേ, കണ്ടോളി മക്കളെ, അല്ലെ വന്ന് കണ്ടോളി. ഇതാട്ടോ, ഇതാണ് ആദ്യത്താണ് മാറ്റം. രണ്ട് ജോഡി അപ്പോൾ രണ്ടും മെയിനായിട്ട്. ഇതാണ് ഒട്ടക. ഇത് മക്കളാണ് കേട്ടോ, കൈതയിലെ മക്കൾ. കൊല്ലം ജീവിക്കുന്നുണ്ട്, 35 വർഷം. പിന്നെ എല്ലാം മരുന്നാട്ടോ, പൂവലൊക്കെ മരുന്നാണ്, കുറച്ച് കാണൊക്കെ. രണ്ടും മാറ്റിയിട്ടാന്ന് തോന്നുന്നു, രണ്ടു കാട്ടും കൊണ്ട് കൂട്ടിയിട്ട്. എൻ്റെ പേരെന്തായാലും നമ്മളെ കലി എന്ന് പറഞ്ഞ ഒട്ടകാട്ടോ. അവിടെ വീറ് ഇതാണ് കൊത്തുകൊണ്ടെന്നാണ് വീറ്, കൊമ്പോണ്ട് കുട്ടുന്നുണ്ട്. പാത്തൂൻ്റെ വാവ ഇതാണ് നമ്മളെ പാത്തു. ദാബിക്കാവനെ പാത്തതാ. നമ്മളിപ്പോഴും വീഡിയോയിലല്ലേ കാണുള്ളൂ. അവസാനം വീഡിയോ കണ്ട് നമ്മളിവിടെ എത്തിയിട്ടോ. പാത്തു കണ്ടോ, 4 കൊമ്പനാണ്. അതിനെ കാണാൻ കുത്തി മാർക്കില്ല സാധനം, കുത്തി മാർക്കാനൊക്കെ. ഇത് എക്സ്പെൻസീവ് മങ്കി കേട്ടോ സാധനം. ഇത് സ്ക്യൂറൽ മങ്കി എന്ന് പറയും. എക്സ്പെൻസീവ് സാധനം അത് കാഞ്ചര. ഇതാണ് സ്ക്യൂറൽ മങ്കി. എൻ്റെ കൂടെ ഉണ്ട്, ഓരോന്നിൻ്റെ കൂടും വെറൈറ്റി ഇതിലാട്ടോ ഇവർ ചെയ്ത് അടിപൊളി ഇതിൽ. ഇനിതാ നമുക്കിതാ മക്കാമലൊക്കെ ഓരോന്നിനും എന്താക്കാം, ഹാൻഡ് ഫീഡിങ് കയ്യിലെടുക്കാനൊക്കെ പറ്റും. നല്ല ഒച്ചപ്പാടാട്ടോ ഇത്, കാണുമ്പോലല്ല ചെവിട് വെട്ടി പോകും. എൻ്റെ നേരെ ഫ്രണ്ടിലുള്ള കേജിൽ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ പെസൻറ്റ് എന്ന് പറയുന്ന കിളിയാട്ടോ ഉള്ളത്. അതും നല്ല വെറൈറ്റി കളറായിട്ടുള്ളതാട്ടോ. അവർക്ക് കയറി നിൽക്കാനൊക്കെ നല്ല കൊമ്പ് മാതിരിയൊക്കെ സെറ്റപ്പൊക്കെ ചെയ്ത് അടിപൊളിയാക്കിട്ടോ കേജ്. പിന്നെ ഇതാണ് നമ്മളെ ഓരോരുത്തരും ഉണ്ടാക്കുന്ന മക്കാവോ പൈത്തൺ അങ്ങനെ ഓരോന്നിനെ കയ്യിൽ വെച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന സ്ഥലം കേട്ടോ.
പിന്നെ നമ്മളങ്ങനെ ഉള്ളോട്ടേക്ക് അങ്ങനെ പോകുമ്പോൾ നമ്മളെ ഡോഗിൻ്റെ സെക്ഷനാണ് കേട്ടോ. അതിൻ്റെ നമ്മളിതാ അവർ കാണിക്കുന്ന ബ്ലാക്കും വൈറ്റും പുള്ളിയുള്ള നമ്മളെ ഓരോ കേജിലും ഓരോ നായ്ക്കളാട്ടുള്ളത്. നമ്മളെ റോഡ് ബില്ലർ ആണല്ലോ, എല്ലാവരും ഇപ്പോൾ റെസ്റ്റിലാണ്, അതാണ് കാണാത്തത്. എൻ്റെ ജർമ്മനിയാണ് ഇതിൻ്റെ സ്ഥലം. പിന്നെ നമ്മൾ അസ്കി ഉരുടപ്പെട്ട സാധനം. പിന്നെ അതിപ്പോൾ പുതിയ വന്നതാണ് ഇത് ഡോഗ്. പിന്നെ അതിൻ്റെ അടിയിൽ ഇതാണ് ആബിക്ക പറയില്ല, ആടിൻ്റെ മുഖം പോലത്തെ ഷേപ്പ്. എനിക്കൊരു വീഡിയോ കിട്ടിയിരുന്നു, ആബിക്കാൻ്റെ ചാനൽ എടുത്തൊക്കെ കാണാം. ഇതാണ് നമ്മളെ എന്താണ് നമ്മളെ പൈത്തൺ എടുത്തിട്ടോ. ഇനിയിപ്പോൾ നമ്മളൊപ്പം വന്ന് അനസുമോനും വെറൈറ്റി സാധനം എടുക്കുകയാണ്. നോക്കാം, മക്കാവാൻ കേട്ടോ. അനസുമോൻ എടുക്കുന്നത് മക്കാവാനാണ്. അടിപൊളി, 2 ഫോട്ടോ എടുത്തേക്ക്. അടിപൊളി, വേറെ തന്നെ കേട്ടോ. അയ്യവാ, എങ്ങനെ അനസേ എക്സ്പീരിയൻസ്? പൊളിയല്ലേ? ആ, നല്ല വെയിറ്റ്. നമ്മൾ വരുമ്പോൾ ഒച്ചപ്പാടായി കേട്ടോ. പക്ഷേ അടിപൊളി. മക്കാവാനായിട്ട് എടുക്കുന്നത്. മക്കാവ് അടിപൊളി സാധനം കേട്ടോ. അടിപൊളി. ഇപ്പോൾ ഫീഡ് എടുക്കുകയാണ്. അടിപൊളി. നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടോ, നല്ല താറാവും കാര്യങ്ങളൊക്കെ ഈ ഏരിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്താക്കാം, ഇതാ കോഴി ഫിഷിൻ്റെ പോണ്ടൊക്കെ ഇവിടെ. കോഴി ഫിഷിൻ്റെ പോണ്ട് അടിപൊളി. ഫിഷിൻ്റെ ഏരിയ കേട്ടോ, കോഴി ഫിഷിൻ്റെ ഏരിയ ആണത്. നല്ല പറ്റിക്കാനായി പോയിട്ടോ അങ്ങനെ ഫുഡ് കഴിഞ്ഞേക്ക്. അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കാണാൻ. പച്ച, മഞ്ഞ, കറുപ്പ്, എല്ലാ കളറും ഉണ്ട്. പിന്നെ അതുപോലെ മറൈൻ ഫിഷ് അക്വേറിയം, നമ്മളെ കടലിൻ്റെ അടിയിലൊക്കെ കാണുന്ന മീനുകളാണ് സംഗതി കേട്ടോ. അടിയിൽ ആ സാധനത്തിനൊക്കെ ജീവനുള്ള സാധനം, പൂവുള്ള ഒറിജിനൽ സാധനമാണ്. പിന്നെ ഇതിൻ്റെ ആടെ എന്തൊരു സാധനം പറ്റി കിടക്കുന്നുണ്ട് മുകളിൽ മീശയൊക്കെ ഉള്ളതായിട്ട്. അപ്പോൾ ഒറിജിനൽ സാധനം, ഇത് ചെമ്മീൻ മോഡലുള്ള സാധനമാണ്. അതുപോലെ നംച്ചിൻ്റെ വെറുതെ ഒരു മണ്ണാച്ച മോഡലുള്ള സാധനം. അപ്പോൾ മീനെ തന്നെ കാണാൻ വെറൈറ്റി രസമുണ്ട്, നല്ല ഭംഗി. പിന്നെ ഷവൽനോസ് കേറ്റ് ഫിഷ്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മറ്റേ മോൺസ്റ്റാർ ഫിഷ് പോലത്തെ ഫിഷുകളാണ് ഒക്കെ. ഇത് 1, 2, 3, 4, 5 അതിനകത്തുണ്ട്. അതുപോലെ ബഞ്ചാർ റെഡ് അരോണ, ഇതിൻ്റെ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യ ആണ് ഇതിൻ്റെ സാധനം. ഇതും പിന്നെന്താ വെച്ചാൽ വേറെ എന്തോ സാധനം ഉണ്ട്. പിന്നെന്താ ഇത് അതിനോട് നിങ്ങൾ റൗണ്ട് അടിക്കുക. കുരൽ മന്തി കംബോഡിയൻ, നല്ല രസമാണ്. പിന്നെ കക്കിലും ഇതൊക്കെ പിന്നെ പോകാനില്ല. ഫോട്ടോയ്സ് ആഫ്രിക്ക ആണ് ഇതിൻ്റെ പ്രദേശം. നല്ല റേറ്റിന് കിട്ടോ. ഇത് ചെറുതായി കൊണ്ടുവന്നത്, അധികം ചെറിയ സാധനത്തിന് കൊണ്ടുവന്നതാണ്. വലുതാക്കി ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ അടിയിൽ നമ്മളെ മെരുവിൻ്റെ മാതിരി കിടക്കുന്ന സാധനം. എൻ്റെ സ്ഥലം പറഞ്ഞാൽ മെക്സിക്കോ ആണ് കേട്ടോ. പിന്നെ അങ്ങനെ പോകുന്നത് നമ്മുടെ ഗാബിക്കാക്കൻ്റെ സ്വന്തം റെഡ് ഹാൻഡഡ് ബ്രസീലാണ് സാധനം കേട്ടോ. അതിൻ്റെ വേക്കിൽ പോയി നിൽക്കുക കാണുന്നുണ്ടാവും. ഇട്ടുകൊടുക്കുന്നത് അതിനകത്തായിട്ടുള്ളത്, അതാണ് നമ്മൾ കാണാത്തത്. ഇതിനകത്ത് ആഫ്രിക്കൻ സാധനമാണ്, ലൈഫ് സ്പാൻ എന്ന് പറയും. ഇതാണ് നമ്മൾ സ്വന്തം നമ്മളെ മർമോസെറ്റ് മങ്കി കേട്ടോ. മർമോസെറ്റ് മങ്കി അതിൻ്റെ ആ ഗ്യാപ്പിലാണ് ഒഴിഞ്ഞു നോക്കുന്നുണ്ടോ. ഇങ്ങോട്ടൊന്ന് ആ പ്രാവ് നാട്ടതാണ്. ഇത് ജർമ്മനിയാണ് പ്രാവ്. ഒക്കെ പ്രാവാണ്. കുറേ കാണാൻ കിട്ടും.
അതുപോലെ പ്രാവിനെ തുമ്പലത്തിൽ അത് മുറ്റത്ത് വെക്കുന്നതാണ്. ഇത് പറഞ്ഞാൽ ലാഹോർ പ്രാവാണ് കേട്ടോ, ലാഹോർ പ്രാവ്. ഒറിജിനൽ സാധനം കേട്ടോ. എൻ്റെ നമുക്ക് മറ്റേ ഊതി വെപ്പിക്കുന്ന സാധനമല്ല, പ്രാവിനെ ഊതി വെപ്പിക്കുന്ന അതാണ് കേട്ടോ ഇത്. അതിൻ്റെ തൊട്ട് വേക്കിൽ ഇത് നമ്മൾ കൊയ്പ്പൂനെ കാണാത്തൊരു കണ്ടുപിടിയേ, കൊയ്പ്പൂ. അത് നമ്മൾ സ്വന്തം കൊയ്പ്പോ പല്ലിനെ പാല് കാണുമ്പോൾ ഇതിൽ ഓരോ കൂടുകയാണ്, ഓരോ മോഡലാണ് ഇത്. ദീനെ കൊണ്ട് ഇത് നമ്മളെ ഷുനാനിപ്പണി ഉണ്ടാവും. ഷുനാനിപ്പ് ഇതിനകത്തുള്ള ട്രീ പോയി അനില ടൈഗർ. ഇതിൻ്റെ പേരാണ് എന്ത്, ബംഗാൾ. ഇതെല്ലാവരോടും അണിഞ്ഞ സാധനം കേട്ടോ, ഷാറ. ഓരോ പാമ്പിനെ ഫിഷായിട്ടുള്ളതാണ്. ഇതാ പാമ്പ് ഇതാ എടുക്കണം കയന്. ഇതാണ് ഇത് പൈത്തണ് പെട്ടാത്തതാ. ഇത് ആഫ്രിക്കൻ അതിൻ്റെ സ്വദേശം ഒക്കെ പൈത്തണാട്ടോ. ഇത് റെട്ടയിൽ ബോഹ എന്നൊരു സാധനമാണ്, കിണ്ണം കാച്ചി സാധനം ഇടാ. റെട്ടയിൽ കോഹ എല്ലാ പറഞ്ഞത് എന്തുണ്ടോ, ഇത് റെഡ് തന്നെ ഒറിജിനൽ സ്നേക്ക്. ഇതിൻ്റെ അമേരിക്കനാണ് സ്വദേശം. പിന്നെ എന്താ പച്ച സാധനം ഉണ്ടോ, മരത്തിന് ചുറ്റി നിൽക്കുന്നത് കണ്ടോ. ഇതെന്താ പൈത്തൺ. ഇത് ആഫ്രിക്കാണ്. ഇത് ബനാന ബോൾ പൈത്തണാട്ടോ. എൻ്റെ കറ നല്ല മഞ്ഞയും വെള്ളയും കൂടി ചണക്കിട്ടുണ്ടായ. പിന്നെ എന്താ ഓരോ അമേരിക്കൻ സ്വദേശിയായ റേറ്റ് എലികളാണ് ഇത് കേട്ടോ. ഇത് 2 കൊല്ലമൊക്കെ അത് നിൽക്കും കേട്ടോ. മക്കളുണ്ടായിരുന്നോ, കുഞ്ഞാമി മക്കളൊക്കെ ചോട്ട സാധനം. പിന്നെ ഇങ്ങനെ വന്നാലില്ല. ഇത് നമ്മളെ സുനേരി, ഇതാണ് അമേരിക്കൻ ഇടേഹോ എന്തോ സാധനം. ഇത് അതിൻ്റെ റൈബിറ്റ്. ഇതിൻ്റെ ഓരോ കൂടും വെറൈറ്റിയിലാണ് ഇത്. നല്ല രസമാണ്. ഇതാണ് മറ്റേ അമേരിക്കൻ എന്താണ് ഗിനിപ്പന്നി അതിനാണ്. റാബിറ്റ് തന്നെ വലിയ സാധനം, വലിയ റാബിറ്റ്. ഞാൻ ഇങ്ങോട്ട് വീഡിയോ കാണിക്കാൻ ഒരു ഫോട്ടോ മാമൻ്റെ സെക്ഷനൊക്കെയാണ്. ആമതാണ് മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സാധനം. പിന്നെ അതുപോലെ ജാതിക്ക നമുക്ക് എടുത്ത് തന്നെ കാണിച്ചാൽ മണ്ണാച്ചനം കണ്ടോ, ചിലന്തി. അതിൻ്റെ കൂടെ കത്തിന് സെറ്റപ്പിലാണ് ചെയ്തത്. അതുപോലെ തേള് അടിയിലേക്ക് എടുക്കുന്നത് പതിലുന്നത്. തവള ജാതിക്ക കഴിഞ്ഞിട്ട് തന്നെ തവള നമ്മൾക്ക് നേരിട്ട് കണ്ടിട്ടോ. സാധനം കണ്ടിട്ട് നമ്മൾ മണ്ണാച്ചൻ എന്ന് പറഞ്ഞ സാധനം. എൻ്റെ മോനെ ഇതേതാ സാധനം ഉള്ള പറയാം. അതുപോലെ തന്നെ എന്താ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇറുവിൻ്റെ മോഡല്ലേ അതേമാതിരി സാധനം. തവള വേറെ പൊളിച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ. എന്താ മോനെ ശീല നോക്കളോ. ഇങ്ങനെ വന്നാതാ മാമൻ്റെ ഭാഗം പിടിയിരിക്കുന്നത്. കൂടെ കത്ത് സെറ്റപ്പ് എടുത്തത്. പിന്നെ നമ്മൾ ആഫ്രിക്കനാണ് ഒരു സ്ഥലം. അത് നെതർലാൻഡാണ് സ്ഥലം. കോൾഡക്ക് എന്നൊരു സാധനം, കോൾഡക്ക്. പിന്നെ കാക്കൻ്റെ മാതിരി കളറുണ്ടോ, കറുപ്പ് കളറിൽ. പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ മക്കാവോ ഫുള്ള് ഒച്ചപ്പാടാണ് കേട്ടോ. ഒച്ചപ്പാട മക്കാവോ കണ്ടോ. ഇത് മക്കാവോ വെച്ചോട്ടെ കേൾക്കുന്നു. ഇനി അങ്ങനെ പോന്നാൽ ഇവിടെയും മക്കാവോ. അതുകൊണ്ട് നമ്മളെ
ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവും. കൂടെ കത്തിന് സെറ്റപ്പിലായിട്ട് ചെയ്ത് ഓരോന്നും ഓരോ മോഡലായിട്ടാണ്. ഇങ്ങനെ പോന്നാൽ ഇവിടെ നമ്മളെ കോക്ടോ മീഡിയം ഫൾബർ ക്രിസൻറ്റഡ് കോക്ടോ. ഇതിൻ്റെ സ്ഥലം ഓസ്ട്രേലിയ ആണ്. 20-40 കിലോ നിൽക്കും. അങ്ങനെ പോന്നിട്ട് ഇവിടെ നമ്മൾ വേയാമ്പൽ മോഡൽ രാവിലെ വീഡിയോയിലൊക്കെ ഇട്ട് കാണിച്ചെന്ന് കാണാം. എന്നിട്ട് ചാനൽ ബില്ലിഡ് ടോക്കൺ. അതിൻ്റെ സ്ഥലം ബ്രസീലാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ 20 കൊല്ലമാണ്. ഷാർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ ജപ്പാൻ പിന്നെ ഇങ്ങനെ പോയാൽ ഷോപ്പിൽ കാണുക കേട്ടോ. ഷോപ്പിൽ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. അടങ്ങുന്ന ഓരോ സാധനങ്ങളൊക്കെ ആയിരിക്കും.